മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പ്രതികരിച്ച് നടപടി നേരിട്ട കോൺഗ്രസ് അംഗങ്ങളും പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനും കോൺഗ്രസ് അംഗത്തെ വിലക്കെടുക്കാനുള്ള CPM ഗൂഢതന്ത്രമാണ് ഇന്നലെ മറ്റത്തൂരിൽ കണ്ടതെന്നും CPMനോടുള്ള വൈരാഗ്യത്തിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും TM ചന്ദ്രൻ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഇവിടെ കോൺഗ്രസും BJPയുമായി അവിശുദ്ധ സഖ്യം ഉണ്ടാക്കി എന്നാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM ചെയ്ത കൊടും പാതകം, വലിയ ജനവഞ്ചന, ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ മറച്ചുവെക്കാനും മൂടിവെക്കാനും ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സീറ്റുകൾ വീതം LDFും UDFും നേടിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി KR ഔസേപ്പിനെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. ഈ വസ്തുത കൃത്യമായി എല്ലാ മാധ്യമങ്ങളെയും നമ്മൾ അന്നേ തന്നെ അറിയിച്ചതുമാണ്. അപ്പോൾ അങ്ങനെ ഔസേപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഈ ഔസേപ്പിൻ്റെ പിന്നാലെ പണച്ചാക്കുമായി എന്തിനാണ് CPM നേതാക്കൾ നടന്നത് എന്നാണ് ആദ്യമായി അവർ വ്യക്തമാക്കേണ്ടത്. CPMന് പലതും മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനുമുണ്ട്. അങ്ങനെ ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനുള്ളതിൻ്റെ ഭാഗമായി ഇവർക്ക് KR ഔസേപ്പിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് ഔസേപ്പിനെ വിലക്കെടുക്കുകയായിരുന്നു. സ്വാഭാവികമായും നമ്മുടെ UDFിൻ്റെ മെമ്പർമാർ തെരഞ്ഞെടുപ്പ് ഹാളിൽ എത്തിയതിന് ശേഷമാണ് ഔസേപ്പ് കൂറുമാറി എന്ന് ചതിച്ചു എന്നും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർ അപ്പോൾ കൂടിയാലോചിച്ച് ഔസേപ്പിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ ടെസ്സിയെ മത്സരിപ്പിക്കുകയും ആ ടെസ്സിക്ക് BJPക്കാരുടെ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു മുൻ ധാരണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് ഞാൻ DCC ജനറൽ സെക്രട്ടറി എന്നെയും മണ്ഡലം പ്രസിഡന്റ് ഷാഫിയെയും പുറത്താക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ 8 മെമ്പർമാർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് പറയുന്നത്. നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചത്, DCC നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതിന് ഞങ്ങളെ ബലിയാടാക്കുകയാണ്. സ്വാഭാവികമായും വിപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരായ DCC നേതൃത്വം വിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ മണ്ഡല നേതൃത്വവുമായോ ഈ പഞ്ചായത്ത് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത്തരമൊരു വിഷയം സംഭവിച്ചതിന് ശേഷം അതിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി DCC നേതൃത്വം നടത്തുന്ന അപഹാസ്യമായ നാടകമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. DCC പച്ചക്കള്ളം പറയുകയാണ്. അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ല. DCC ചിഹ്നം കൊടുത്ത 3 സ്ഥാനാർത്ഥികളും ഒപ്പം കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത KR ഔസേപ്പിനെ CPM വിലക്കെടുക്കുകയായിരുന്നു. ഔസേപ്പ് കാലുമാറുമെന്ന് കൗൺസിൽ ഹാളിൽ എത്തും വരെ അറിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് കോൺഗ്രസ് ടെസ്സി കല്ലറക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. TM ചന്ദ്രൻ പറയുന്നു. പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ച ആളല്ല താനെന്നും സ്വതന്ത്രമായി തന്നെ UDF പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും വിജയിച്ച ടെസ്സി കല്ലറക്കൽ മീഡിയ ടൈമിനോട് പറഞ്ഞു. എൻ്റെ മറ്റത്തൂർ നിവാസികളെ, ഞാനൊരിക്കലും പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനനിർണയ സമയത്ത് ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറി. അതായത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KR ഔസേപ്പിനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ UDF ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് പ്രഖ്യാപിക്കുകയും എനിക്ക് ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് അറിയില്ലായിരുന്നു. റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് അറിയണത്. ഞങ്ങൾ മുൻകൂട്ടി ഒരു ധാരണയോ ഒരു പാർട്ടിയുമായിട്ടൊരു ധാരണയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. CPMനോടുള്ള വൈരാഗ്യത്തിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ രാജിവെക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാതെ രാജിവെക്കില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്നത് വ്യാജ പ്രചരണമാണെന്ന് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഹൗസ് ഓഫ് മെമ്പറാണ്. ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഹാളിൽ ചെല്ലുമ്പോഴാണ് അറിയണത് CPMൻ്റെ പ്രസിഡന്റായി മത്സരിക്കുന്നത് ഹൗസ് ഓഫ് മെമ്പറാണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് യാദൃശ്യമായി അതിനെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചെടുത്തൊരു തീരുമാനമാണ് ടെസ്സിയെ നിർത്തുക എന്നുള്ളത്.
അല്ലാതെ ഞങ്ങൾ ഒരു കൂട്ടായിട്ട് BJP-കാരുടെ ഒരു കണക്ഷനോ ഒരു ധാരണയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എവിടെ നിന്നും രാജ്യം വെച്ചിട്ടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായ സാഹചര്യത്തിൽ സംഭവിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പും ഞങ്ങളുടെ വിജയവും. പാർട്ടി ഇടപെടൽ നടത്തിയാൽ കേൾക്കുമെന്നും മറ്റത്തൂരിൽ അടിയന്തരമായി പാർട്ടി ഇടപെടണമെന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി. നേതാക്കൾക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണമെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് അനുകൂല തീരുമാനമെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടകര.